Damshire Expert Bill Care. ഡാംഷുർ ടി വിയുടെ ടെക് ടോക്ക് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ത്യയിൽ നിന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉത്ഭവിച്ച ഒരു വാട്ടർ പ്രൂഫിംഗ് ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്രിക്ക് ബാറ്റ് കോബ വളരെയധികം പ്രചാരത്തിൽ ഉണ്ടായിരുന്നതും എന്നാൽ കാലക്രമേണ മറ്റ് മെറ്റീരിയലിൻ്റെ അഡ്വാൻസ്മെൻറ്റ്സിൽ അത് ഉപയോഗം കുറഞ്ഞതും എന്നാൽ ഇന്നും എക്കണോമിക്കായിട്ട് ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ചെയ്യാറുള്ളതുമായ ഒരു ടെക്നിക്കാണിവ. ആയിരത്തി 1950 കൂടി ആണ് ഏകദേശം നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ പ്രധാനമായും ഒരു പ്രചാരത്തിലേക്ക് വരുന്നത്. അന്ന് ആദ്യമായി ഏറ്റവും അധികം പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വാട്ടർ പ്രൂഫിംഗ് ടെക്നിക്കാണ് ബ്രിക്ക് ബാറ്റ് കോബ എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളുടെ റൂഫിന് മുകളിലായിട്ട് സർഫസ് പ്രിപ്പയർ ചെയ്യുന്നു. അതിന് മുകളിൽ നമ്മുടെ ഒരു ലൈം സുർക്കി മിശ്രിതത്തിൻ്റെ ഒരു ലെയർ കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ വെർട്ടിക്കലായിട്ട് നമ്മളുടെ ബ്രിക്കുകൾ ചുടുകട്ടകൾ സ്റ്റാക്ക് ചെയ്യുന്നു. ഇതിന് എല്ലാം ഇടയ്ക്ക് തുല്യമായ അളവിൽ നമ്മൾ ഗ്യാപ്പുകൾ കൊടുക്കുന്നു. ഈ ഗ്യാപ്പുകളെ എല്ലാം പാകിയതിനു ശേഷം ഈ ഗ്യാപ്പുകളെ സുർക്കി മിശ്രിതം കൊണ്ട് തന്നെ ഫില്ല് ചെയ്യും. അതിന് മുകളിൽ ഒരു ലെയർ കൂടെ സുർക്കി മിശ്രിതം കൊണ്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൂട് കുറയ്ക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം വരുന്നതിനെ ഇത് അബ്സോർബ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജും അത് തന്നെയാണ്. നമ്മുടെ സുർക്കി മിശ്രിതം കാലങ്ങൾ കഴിഞ്ഞ് പോകുന്നതിനനുസരിച്ച് അതിലെ വിള്ളലുകൾ പൊട്ടലുകൾ മറ്റുമുണ്ടാവും. അതിലൂടെ വെള്ളം കൂടുതലായി ഇറങ്ങുകയും നമ്മുടെ ബ്രിക്കുകളിലേക്ക് വെള്ളം എത്തുകയും ചെയ്യുന്നതോടെ കഥ മാറുകയാണ്. ബ്രിക്കുകൾ പോറസാണ്, അത് വളരെയധികം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന വെള്ളം വെളിയിലേക്ക് പോകാതെയും അതുപോലെ തന്നെ ഇത് അബ്സോർബ് ചെയ്യുന്നതിലൂടെ ഇത് ആഡ് ചെയ്യുന്ന വെയിറ്റ് ഗെയിനും നമ്മുടെ സ്ട്രക്ചറിൻ്റെ ഡെഡ് ലോഡിൽ കൂടുവാൻ സാധിക്കും. ഇങ്ങനെ നമുക്കൊരു മാസീവ് സ്ട്രക്ചറിലേക്ക് ഒരു അഡീഷണൽ ലോഡ് ആവുന്നതും ഒരു പൂൾ ഓഫ് വാട്ടർ ഇത് ആക്ട് ചെയ്യുന്നതും നമ്മളുടെ ഒരു ഡിസഡ്വാൻറ്റേജിലേക്ക് ആകപ്പെട്ടു. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ളൊരു പ്രോസസ്സാണിത്. നമ്മുടെ മോഡേൺ മെറ്റീരിയലിനെ സംബന്ധിച്ചോ ടെക്നിക്കുകളെ സംബന്ധിച്ചോ ഡ്യൂറബിലിറ്റി ഇതിന് ഇല്ല എന്നുള്ളതും ഇത് കാലഹരണപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് ഒരു കാരണമാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് റൂറൽ ഏരിയകളിൽ ഇത് ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇന്നും ഇത് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വാട്ടർ പ്രൂഫിംഗ് മേഖലയ്ക്ക് ഒന്നാകെ ഇന്ത്യയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനാണ് ബ്രിക്ക് ബാറ്റ് കോബ എന്ന് പറയുന്നത്. Damshire Expert Bill Care.